അപ്പോൾ ഗൈസ് ഇവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. അതാണ് ഇവന് ഇത്ര സന്തോഷം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവനൊരു സന്തോഷമില്ല. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അവൻ്റെ അവസ്ഥ. ബാത്റൂമിൽ കയറുക പറഞ്ഞതിന് ഇഷ്ടമില്ല. കുളിക്കേണ്ട കാര്യം പിന്നെ പറയും വേണ്ട. അവനെ വലിച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഇതാണ് അവൻ്റെ അവസ്ഥ. പിന്നെ ഡോറും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സേഫായി, അല്ലെങ്കിൽ അവൻ ഓടിപ്പോവും. അതാണ് അവൻ്റെ ഹോബി. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാ, ഇവനെ കുളിപ്പിക്കലാണ്. ഓക്കെ, കുളിക്കാൻ ഭയങ്കര മടി വേണ്ടി, എന്നാലും നമുക്ക് അവനെ കുളിപ്പിക്കാം. പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അവനൊന്ന് സ്പ്രേ ചെയ്ത് വിടുന്നത്. എനിക്കറിയില്ല ഇവനെന്തിനാണ് ഈ വെള്ളത്തിന് ഇത്ര പേടിക്കണേ ചോദിച്ചാൽ എനിക്ക് വലിയൊരു പേടിയില്ല. ഇവനെ ഡെയിലി കുളിപ്പിക്കണതാണ്. എന്നാലും ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇവനെ കുളിപ്പിക്കും. അല്ലെങ്കിൽ ഇവൻ്റെ മേലത്തെ സ്മെല്ല് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇവൻ്റെ താമസമൊക്കെ വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇവൻ ലക്ഷറിയാണ്. പിന്നെ അവൻ സോപ്പ് തേക്കുമ്പോൾ മാത്രമാണ് നിൽക്കുള്ളൂ. വെള്ളം ഒഴിക്കാമെന്ന് കേട്ടാൽ അപ്പം അവൻ വീണ്ടും ഓടും. ഓരോരുത്തർക്കും ഓരോ വീക്ക് പോയിൻ്റ് ഉണ്ടാവുമല്ലോ. അതാ തോന്നുന്നുണ്ട് ഇവന് വെള്ളം കാണുമ്പോഴാണ് കുറച്ച് പേടിയും അതുപോലെ നമ്മളെ കടിക്കാൻ വരുന്ന പോലെ ഒരു ടെൻഡൻസി. അങ്ങനെ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കി കയ്യൊക്കെ ഒന്ന് കഴുകി ഞാനൊന്ന് വൃത്തിയായി. ഇനി ബാത്റൂം ഒന്ന് വൃത്തിയാക്കാം. ബക്കറ്റ് എടുത്താൽ ഇവൻ വെള്ളം കണ്ട അപ്പം ഓടും. എന്തിനാണ് അവ വീണ്ടും പേടിക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നാൽ മതി എന്നാണ് എൻ്റെ അവസ്ഥ. കുറ്റി തുറന്നു കഴിഞ്ഞാൽ അവൻ അപ്പം ഓടും. അത് നോക്കി നിൽക്കുകയാണ് അവൻ. എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നാൽ മതി എന്നാണ് അവൻ്റെ അവസ്ഥ. ഇതാണ്, കണ്ടോ, ഇതാണ് അവൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവരെ അവൻ്റെ എൻ്റെ കുളി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവൻ്റെ ജമ്മിങ് സ്കില്ല് കൂട്ടലാണ് എൻ്റെ പണി. അപ്പം ഞാൻ ഇതുപോലത്തെ ബിസ്ക്കറ്റൊക്കെ അവന് ഹൈറ്റിൽ വെച്ച് കൊടുക്കും. അതവൻ ചാടി പിടിക്കലാണ് അവൻ്റെ മെയിൻ ഹോബി. പിന്നെ എൻ്റെ കൂടെ നടക്കുക, അതാണ് ആശാന് വലിയ കാര്യമായിട്ട് ഇഷ്ടമുള്ള പണി. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം സോപ്പിട്ടതുപോലെ നിൽക്കും. പിന്നെ എവിടേക്കും പോയില്ല, നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ പതുങ്ങി അടുത്തിങ്ങനെ നിൽക്കും. നമ്മളിങ്ങനെ സോപ്പിട്ട് നിൽക്കില്ല പണി.